നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ആളൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ഐ ലവ് കൊടകര ബ്യൂട്ടി സ്പോട്ട് പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചു. കൊടകര പുതുകുളങ്ങര സ്വദേശി രാജേഷ് പൊന്നാത്ത് എഴുതിയ പുസ്തകം അടയാളം പ്രകാശനം ചെയ്തു. പാർട്ടി ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഗൽ അവയർനെസ് ക്യാമ്പും ലഹരി വിരുദ്ധ സെമിനാറും നടത്തി. കേന്ദ്ര ആയുഷ് മന്ത്രാലയം മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് യോഗയുമായി സഹകരിച്ച് യോഗോത്സവ് 2025 സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ആളൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് കുടുംബശ്രീ ഹാളിൽ നടത്തിയ പ്രഖ്യാപന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. ആളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് മാഞ്ഞൂരൻ, ബിന്ദു ഷാജു, സന്ധ്യ നൈസൻ, പഞ്ചായത്ത് അംഗങ്ങളായ ദിബിൻ പാപ്പച്ചൻ, ഷൈനി തിലകൻ, CDS ചെയർപേഴ്സൺ രാജി ശ്രീനിവാസൻ, MB ലത്തീഫ്, ഡേവിസ് കുറുവത്ത്, ഫാദർ ജോൺ കവലക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി തുടങ്ങി വെച്ചിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കുള്ളിൽ മാലിന്യമുക്ത സംസ്ഥാനം എന്നും മാലിന്യമുക്ത പഞ്ചായത്ത് എന്നും ഒക്കെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയിൽ നമുക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും. നമുക്കറിയാം, ജൈവമാലിന്യ ശേഖരണം കൃത്യമായി നടപ്പാക്കുന്നതിനും അതോടൊപ്പം തന്നെ ജൈവമാലിന്യം നമ്മുടെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതോടൊപ്പം നമ്മുടെ വ്യാപാരി വ്യവസായികൾ എല്ലാവരുടെയും സഹായത്തോടു കൂടി തന്നെയാണ് ഓരോ അങ്ങാടികളും മാലിന്യമുക്തമാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കൊടകര ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ഐ ലവ് കൊടകര ബ്യൂട്ടി സ്പോട്ട് പൊതുജനങ്ങൾക്കായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സമർപ്പിച്ചു. പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, അങ്കണവാടി ആശാപ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. കൊടകര പുതുകുളങ്ങര സ്വദേശി രാജേഷ് പൊന്നാത്ത് എഴുതിയ പുസ്തകം അടയാളം പ്രകാശനം ചെയ്തു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് നടത്തിയ പുസ്തക പ്രകാശനം ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ EN രാജു പുസ്തകം സ്വീകരിച്ചു. സാഹിത്യകാരൻ സുഭാഷ് മൂന്നുമുറി അധ്യക്ഷത വഹിച്ചു. കവി വർഗീസ് ആന്റണി പുസ്തക പരിചയം നടത്തി. യുവ കഥാകൃത്ത് K നിതിൻ, രാജയോഗിനി ബ്രഹ്മകുമാരി പ്രസന്ന, അജു ഷീല ഗോപാലൻ, P ശിവശങ്കരൻ മാസ്റ്റർ, K പ്രസാദ് എന്നിവർ സംസാരിച്ചു. മനുഷ്യരെ തിരിച്ചറിയുന്നത് അവരുടെ തൊപ്പികളുണ്ട്, അവരുടെ നെറ്റിയിൽ അടയാളങ്ങളുണ്ട്, അവരുടെ കൈ കണ്ട് അതൊക്കെ നമുക്ക് ഭയം തോന്നുന്നത്. നമ്മളുണ്ടാക്കിയ ഒരു മതേതരത്വ ജീവിതത്തിൽ നിന്ന് തെന്നി മാറാവുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നതാണ് നമ്മുടെ ഭയം. മാനവരെല്ലാവരും ഒന്നുപോലെ എന്നുള്ളതാണ് നമ്മുടെ മാവേലി നാടിൻ്റെ സ്വപ്നം. അതുപോലെ അരുവിപ്പുറത്ത് ക്ഷേത്രമായിരുന്നു. ആ ക്ഷേത്രത്തിന് ഇന്ന് കാണുന്ന മറ്റു ക്ഷേത്രങ്ങളുടെ പകിട്ട ഭാഗമൊന്നും വരുന്നില്ല. അവിടെ വലിയ കൂലിയും. മറ്റത്തൂർ വില്ലേജ് ഓഫീസിൽ രാജേഷ് ജോലി ചെയ്യുന്നൊരു സമയത്ത് ഒരു കവിത എഴുതി എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ കവിത ഏതെങ്കിലും ഒരു വാരികയ്ക്ക് കൊടുത്ത് അതിൽ പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ? നമുക്ക് വലിയ കണക്ഷനൊന്നുമില്ല, എന്നാലും 2-3 വാരികളായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ കവിത നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ 5 പേജാണ് അയാൾ എഴുതി കൊണ്ടുവരുന്നത്. ഒരു കവിത 5 പേജ്.
ഞാൻ പറഞ്ഞൊരു മാഗസിൻ തന്നെ. തൃശൂർ പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് തുടരുന്ന അനിശ്ചിതത്വത്തിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇപ്പോഴത്തെ വിവാദം തരികിട പരിപാടിയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. പൂരം വെടിക്കെട്ട് ഗംഭീരമായി നടക്കും. പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും ദേവസ്വം ഭാരവാഹികളെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിൻ്റെ മുൻപിൽ കൊണ്ടുപോയി ഇരുത്തി അവരുമായി 2 മണിക്കൂർ ചർച്ച ചെയ്ത് കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. പിറ്റേ ദിവസം ഓരോ വകുപ്പിനെയും വിളിച്ചു വരുത്തിയാണ് അവർ ചർച്ചകൾ നടത്തിയതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. കേന്ദ്ര നിയമം മാറ്റുന്നത് ഇന്ത്യയിലെ മുഴുവൻ ഇടങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ്. പുനഃക്രമീകരണത്തിനു വേണ്ടി താൻ ശ്രമിക്കുന്നതിനിടയിലാണ് കണ്ണൂരിൽ കൊണ്ടുവച്ച് പൊട്ടിച്ചത്. അപകടങ്ങൾ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ കോടതിയും ജനങ്ങളും സർക്കാരിനോട് ചോദിക്കും. വേലയ്ക്ക് താനും കൂടി നിന്നാണ് വെടിക്കെട്ടിന് അനുമതി നേടിക്കൊടുത്തതെന്നും ചില രാഷ്ട്രീയ സൗകര്യങ്ങൾക്ക് വേണ്ടി പലതും മറച്ചുവെക്കുകയാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി. 2020 പാർട്ടി ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഗൽ അവയർനെസ് ക്യാമ്പും ലഹരി വിരുദ്ധ സെമിനാറും നടത്തി. ചാലക്കുടി പാർട്ടി ഓഫീസിൽ നടന്ന ക്യാമ്പ് T20 പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് ചാർലി പോൾ ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജ്, ഷിബു വർഗീസ് പെരേപ്പാടൻ, PD വർഗീസ്, ആന്റണി പുളിക്കൻ, ജിത്തു മാധവ്, നാരായണൻ ആറങ്ങാട്ടി, ജോർജ് മാർട്ടിൻ, ഷീജ ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ഹൈക്കോടതി അഭിഭാഷകനായ സജീവൻ, അഡ്വക്കേറ്റ് ചാർലി പോൾ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. മത്സരിച്ചോളാം, നേരത്തെ പരാതി ആയിക്കൊള്ളാം എന്നുള്ള മുൻവിധിയോടുകൂടി വന്നാൽ നിരാശയായിരിക്കും. അല്ല, ഇത് കഴിഞ്ഞ് സീറ്റ് കിട്ടാതെ വരുമ്പോൾ 2020 പാർട്ടിയെ വെല്ലുവിളിക്കാൻ തീരുമാനിച്ചാലോ? അത് ഞാൻ പറഞ്ഞേക്കാം, പാറപ്പുറത്ത് കടിക്കും പോലെ ഇരിക്കും. നമ്മുടെ കയ്യിൽ അങ്ങനെ വലിയ ആളൊന്നുമല്ല നമ്മൾ ആരും. ഞാൻ ഉൾപ്പെടെ ഞങ്ങളുടെ കയ്യിൽ 500 ആളുണ്ടെന്ന് പറയാൻ നമ്മുടെ കയ്യിൽ ആളുണ്ടോ? 500 ആളുണ്ടോ? ഭാര്യ തന്നെ കൂടെ വെക്കുന്ന വല്ല ഉറപ്പുണ്ടോ? മക്കള് നിൽക്കോ? ഇല്ല. പിന്നെ ഏത് പഞ്ചായത്താർ നിൽക്കാനാ? അതുകൊണ്ട് വലിയ മസിൽ പിടിക്കുമ്പോ ഞാൻ പറഞ്ഞ് ചിരിക്കാറുള്ളൂ. എന്റെ കൂട്ടുകാരുടെ കൂടെ 2500 വീട് കയറിയിട്ടുണ്ട്. ഞാൻ കയറിയ കാര്യമാണ് പറഞ്ഞത്. കൂട്ടുകാർ ബാക്കിയുള്ളവർ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ഇന്നത്തെ ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ട് ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും നമുക്ക് കാണാം അവരുടെ ദാരുണ അവസ്ഥ. ലോൺ അവരെ കൊണ്ട് എടുപ്പിച്ച് അവസാനം അവർക്ക് കെട്ടാൻ കഴിയാതെ വരുമ്പോൾ അവരെ കുടുക്കിയിട്ട് നാളെ അതൊരു കേന്ദ്ര ആയുഷ് മന്ത്രാലയം മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗയുമായി സഹകരിച്ച് യോഗോത്സവ് 2025 സംഘടിപ്പിച്ചു. വിവേകാനന്ദ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ നടത്തിയ പരിപാടി പതഞ്ജലി യോഗ ട്രെയിനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ A. രാധാകൃഷ്ണൻ മുഖ്യ സന്ദേശം നൽകി. ആയുഷ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ റിനി, യോഗ ഇൻസ്ട്രക്ടർ രജീഷ്, ജില്ലാ സംഘചാലക് അഡ്വക്കേറ്റ് റോഷ്, വിവേകാനന്ദ ട്രസ്റ്റ് ചെയർമാൻ NP മുരളി, സെക്രട്ടറി TC സേതുമാധവൻ, ട്രഷറർ KS സുഗേഷ്, സ്കൂൾ മാനേജർ C. രാഗേഷ്, പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. 100 ദിവസം 100 നഗരങ്ങൾ 100 സ്ഥാപനങ്ങൾ എന്ന പ്രത്യേക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് യോഗ പ്രദർശനം ആഘോഷിക്കുന്നത്. പോണ്ടിച്ചേരിയിൽ നടന്ന നാഷണൽ യോഗാസന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത സിൽവർ മെഡൽ കരസ്ഥമാക്കിയ യോഗ താരം ഷിബിനെ ചടങ്ങിൽ ആദരിച്ചു. Yoga, an ancient practice that originated in India, has transformed into global movement of holistic well-being, recognizing its significance. Most respected Sri Narendra Modi ji, and after that, for the last 3 years, we are actively doing this. ആലത്തൂർ ALP സ്കൂളിന്റെ 74ാമത് വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. പറപ്പുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. 32 വർഷത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക ഇന്ദിരയ്ക്ക് പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. CISF അസിസ്റ്റന്റ് കമാൻഡന്റും രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ജേതാവുമായ MK വേണുഗോപാൽ, സംസ്ഥാന കലോത്സവ വിജയികളായ നയന മണികണ്ഠൻ, ദുർഗാദാസ് MS, കമാൻഡോ കിഡ്സ് ട്രെയിനർ ശിവദാസൻ കോടിയത്ത് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കവിത സുനിൽ, വാർഡ് അംഗങ്ങളായ TK സതീശൻ, A. രാജീവ്, സ്കൂൾ മാനേജർ രമേഷ് കുമാർ,
PS സുനിൽ, സുമി ബൈജു, ശോഭി ആലത്തൂർ, പ്രവീൺ M കുമാർ, CG അനൂപ്, NS സന്തോഷ് ബാബു, MD ലീന, KS ഷീല, സ്കൂൾ ലീഡർ ആദിദേവ് AS, സ്കൂൾ ഹെഡ് മിസ്ട്രസ് PM ജിൻസ, അധ്യാപിക NS രശ്മി എന്നിവർ സംസാരിച്ചു. പയ്യൂർക്കാവ് ദേശം സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്ലാസും വിദ്യാർത്ഥി കൂട്ടായ്മയ്ക്ക് സ്പോർട്സ് കിറ്റ് വിതരണവും നടത്തി. പയ്യൂർക്കാവ് ദേശം ഉത്സവാഘോഷ കമ്മിറ്റി കോർഡിനേറ്റർ സജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശിവശങ്കരൻ ലഹരി വിരുദ്ധ ക്ലാസും സ്പോർട്സ് കിറ്റ് വിതരണോദ്ഘാടനവും നിർവഹിച്ചു. PU പ്രസാദ്, CV പ്രജനീഷ്, ജയരാജ് K, സുരേഷ് കൃഷ്ണ, സുരേഷ് കുമാർ, രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി കുട്ടികളും രക്ഷാകർത്താക്കളും സന്നിഹിതരായി. വലിയൊരു കാര്യമാണ്. ഈ വലിയ ഒരു ദൗത്യത്തിന് വേണ്ടി തയ്യാറെടുത്തിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കും ഈ എക്സൈസ് വകുപ്പിന് വേണ്ടി, സർക്കാരിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം നിയമപരമായിട്ടോ ഞാൻ ഇന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എവിടേക്ക് വിളിക്കണമെന്നോ ഇനിയും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. എന്നാൽ ഭാരതിയാർ സർവകലാശാലയിൽ നിന്നും ബയോടെക്നോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ നന്ദിപുരം മാഞ്ഞൂർ സ്വദേശി ശ്യാം സുബ്രഹ്മണ്യനെ MLPI റെഡ് ഫ്ലാഗ് പുതുക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ഏരിയ സെക്രട്ടറി KM ഹൈദർ, PK പോൾസൺ, ചന്ദ്രൻ PV, ഉസ്മാൻ VP, സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അനുമോദിച്ചത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8360 രൂപ, പവന് 66,880 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ആളൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ഐ ലവ് കൊടകര ബ്യൂട്ടി സ്പോട്ട് പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചു. കൊടകര പുതുകുളങ്ങര സ്വദേശി രാജേഷ് പൊന്നാത്ത് എഴുതിയ പുസ്തകം അടയാളം പ്രകാശനം ചെയ്തു. (2020) പാർട്ടി ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഗൽ അവയർനെസ് ക്യാമ്പും ലഹരി വിരുദ്ധ സെമിനാറും നടത്തി. കേന്ദ്ര ആയുഷ് മന്ത്രാലയം മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് യോഗയുമായി സഹകരിച്ച് യോഗോത്സവ് 2025 സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.